Hey guys, Gojo Gaming. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രീ ഫയർ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫ്രീ ഫയർ ലോങ് ഓഫിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ലോങ് ഓഫ് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോങ് ഓഫിൽ നമ്മൾ 5 റൗണ്ട് ഇടും കേട്ടോ. 5 റൗണ്ടില്ല, 4 റൗണ്ട് പ്ലേ 5 അപ്പോൾ നമ്മുടെ ഫ്രീ ഫയറിൽ നമ്മൾ ലോങ് ഓഫ് നമ്മൾ കുറേ ആയി കളിച്ചിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ചൊക്കെ കളിക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ ന്യൂ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഇത് മാത്രമല്ല ഒരു CS കൂടി കളിക്കാം. നമ്മൾ 2 മാച്ച് വെച്ചിട്ട് കളിക്കാം. ഒരു ലോങ്ങും ഒരു CS കൂടി. അപ്പോൾ ഇനി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇനിയാണ് ഇതിൽ നമ്മൾ ഫ്രീ ഫയർ എത്ര ഗെയിം ഇടാൻ പറ്റുമോ അത്ര ഗെയിം സീരീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് നമ്മൾ ചാനലുണ്ട്. ആ നമ്മൾ ചാനലുണ്ട് എന്നല്ല വീഡിയോ ഉണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി നമ്മൾ വരുന്നതാണ്. അതിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് കാര്യങ്ങളൊന്നും തിരുത്തില്ല. ഉണ്ടാക്കണമെന്നില്ല, എന്നാലും നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ എനിമിനെ അടിച്ചിട്ട് അപ്പോൾ നെക്സ്റ്റ് റൗണ്ട് പറഞ്ഞു. പക്ഷേ ഞാൻ ഒന്ന് കയറുമ്പോഴത്തേന് എന്നെ അടിച്ചിട്ട് അപ്പോൾ ഒന്ന് നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റൗണ്ട് 3 ആയിട്ടുണ്ട്. അപ്പോൾ ഓന് ഏത് കണ്ണെടുക്കുക കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും എൻ്റെ കോസ്റ്റ്യൂമ് കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ ജസ്റ്റ് നല്ലൊരു കോസ്റ്റ്യൂമിൽ ഇട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടോപ്പപ്പ് ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് വേറൊന്നും കാട്ടണ്ടല്ലോ, ചിലവേ ഇല്ല. അപ്പോൾ ഷോർട്സും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇറ്റ്സ് കോജോയിൽ ഇനി ചിലപ്പോൾ നമ്മൾ ഷോർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഓറിയോൻ്റെ പവറാണ് ഇട്ടിരിക്കുന്നത്. എഫ്കോഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് നമ്മുടെ ചാനലൊന്ന് ഗ്രോ അപ്പ് ചെയ്യണം. പിന്നെ കുറച്ച് ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ ഹെഡ്ഫോണ് മൊബൈൽ ഇപ്പോൾ നമ്മുടെ iQൻ്റെ Z3 5G പറയുന്ന മൊബൈലാണ് പറയുന്നത്. ഇതൊരു ഒരു ഫോണാണ്. ഏകദേശം 28,000 റുപ്യ റേഞ്ച് വരുന്നുണ്ട്. കുറച്ച് ഓക്കെ ഇത് പറഞ്ഞാൽ കുറച്ച് പഴയതാണ്. ഉമ്മാൻ്റെ മൊബൈലായിരുന്നു. ഇപ്പോൾ ഞാൻ എടുത്തതാണ്. എൻ്റെ മൊബൈൽ ഡിസ്പ്ലേ പോയി. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടിരുന്നത് റിയൽമി C21 ആണ്. അത്യാവശ്യം നല്ലൊരു മൊബൈലായിരുന്നു. 4.5 വർഷം യൂസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമുണ്ടായില്ല. ചെറിയ ലാഗൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല. ക്യാമറ പിന്നെ തീരും പോരാ. ക്യാമറ 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര ടഫായി തുടങ്ങി. പിന്നെ ഞാൻ യൂസ് പക്ഷേ അതിൽ തന്നെ കുറേ ഉണ്ടായിരുന്നു. എനിക്ക് നെറ്റ് ഇടയ്ക്കിടയ്ക്ക് പോവുക, ഗെയിം കളിക്കാൻ പറ്റാതിരിക്കുക. പക്ഷേ ആ ഫോൺ അടിച്ചു പോയപ്പോൾ തന്നെ നമുക്ക് വേറെ മൊബൈൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ലിറ്ററലി നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞ് അതിലേക്ക് പോയി. അപ്പോൾ ലിറ്ററലി നമുക്ക് 4.3 ആ റേഞ്ച് എത്തി. അയ്യോ അറിയില്ല, ഇത് ഞാൻ ജയിക്കുമോ അറിയില്ല. ഓരോ ഇത് ജയിക്കുന്ന ഓക്കെ. ഇതാണ് നല്ല ഗിന്നായിട്ട് ഓണം കളിക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു, കുഴപ്പമില്ലാണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് കളിക്കണം. അതാണ് നമ്മുടെ ഒരു ഇതുള്ളത്. ഇപ്പോൾ എന്താ നടക്കുക അറിയില്ല. നമുക്കിപ്പോൾ ഒരു എമ്മേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡെസ്കേറ്റുകൾ കൊടുക്കാം. പിന്നെ നമുക്ക് കുനായി പറഞ്ഞിട്ടുള്ള അതും കൂടി എടുക്കണം. അത് 5 പ്ലേ ചെയ്ത് കിട്ടണതാണ്. അപ്പോൾ നമ്മൾ ലിറ്ററലി 3 ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മാക്സിമം പോയേ മെഡിക്കേറ്റ് അടിക്കുന്ന വീഡിയോ കിട്ടിയ മറ്റേ ഇത് എറിഞ്ഞ് നോക്കാം. ഫ്രീറ്റ് എന്താണ് എൻ്റെ പേര് കിട്ടിയിട്ട് അറിയാം. ബാക്ക് വരിക, നമ്മുടെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇല്ല, അതൊക്കെ ഉണ്ടാക്കുക. നെക്സ്റ്റ് ഏതാണ്? അയ്യോ നിലത്തേക്ക് ഇറങ്ങാൻ കണ്ടില്ല. അയ്യോ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കളിച്ചു പോകണം. ഇനി നമുക്കൊരു CS സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ ID ഞാൻ ഇവിടെ കൊടുത്തേക്കാം. കമൻറ്റ് ബോക്സ് ഇടാൻ നമ്മൾ കളിക്കുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് പ്ലേ സീരീസും നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസും ഉണ്ട്. ഇനി പിന്നെ ഹൊറർ ഗെയിമും കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ഓണാക്കി വെക്കുക. ഒക്കെ എല്ലാ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ഇടണം. ജസ്റ്റ്
ഉള്ള ടൈനി വൂൾഫ് എന്നുള്ള കിട്ടുകയാണെങ്കിൽ ഒരു സെക്കൻഡ് ലെവലാക്കും. ചാനൽ കിട്ടാൻ ചാൻസ് കുറവാണെങ്കിലും നോക്കുന്നുണ്ട് മാക്സിമം. അപ്പോൾ നമ്മുടെ അതിന് ബേബി ഷോട്ട് ഗൺ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല ഗണ്ണാണ്, പക്ഷേ ലോങ് റേഞ്ചും കാര്യങ്ങളും നോക്കിയതായിട്ട് അങ്ങനെ കളിക്കാറില്ല. എന്നാലും കുഴപ്പമില്ലാണ്ട് കളിക്കും. ഇതിൽ നമ്മൾ തന്നെ ബൂയി അടിക്കാനും വേണം, പക്ഷേ ബൂയി അടിക്കുമെന്ന് അറിയില്ല. നല്ലൊരു ഗെയിം പ്ലേയാണ് ഞാൻ കാഴ്ചവെക്കാൻ പോകുന്നത്. വേറെന്താ ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മളെ ഓൾഡ് പ്ലെയറാണ്, റാൻഡം പ്ലേയേഴ്സാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് മെഡിക്കേറ്റ് അടിക്കണം, അല്ലാണ്ട് നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഏത് കണ്ടുപിടിക്കപ്പോ തോമസ് എടുത്താലോ? ഗ്ലൂ വാൾ ആവശ്യമാണ്. ഗ്ലൂ വാൾ ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ. കുറേ കൽഹാരി മാപ്പാണ്. നമ്മൾ കുറേ ഈ കൽഹാരി കളിച്ചിട്ട് പിന്നെ അതൊക്കെ കുറേ കളിച്ചിട്ട് അതൊന്നും കളിക്കാൻ കിട്ടാറില്ല. എന്താ പറയുക, നമ്മുടെ ആൽപ്പൈനും ഇതൊക്കെ ഏകദേശം എന്താ കളിക്കാൻ കിട്ടാറുണ്ട്. ആൽപ്പൈൻ പോയ മാപ്പ് അറിയില്ല. അപ്പോൾ നമ്മുടെ സൈഡിൽ ഇന്ന് സ്പോട്ടായിട്ടുണ്ട്. നമുക്ക് അടിച്ചേക്കാം. ഓ നമ്മൾ ഓറിയോ മാക്സിമം യൂസ് ചെയ്യുന്നുണ്ടാക്കുക. ഓറിയോ വെച്ചിട്ടാണ് ഇപ്പോൾ ഏകദേശം ഞാൻ കളിക്കണം. ഓറിയോ വെച്ച് മാക്സിമം ഞാൻ ഇപ്പോൾ പരിശീലിച്ച് ഇപ്പോൾ നമുക്കൊരു മെഡും കൂടി അടിക്കാം. പക്ഷെ ഓറിയോൻ്റെ ഇതെന്താ, ഈ നമ്മുടെ പുതിയ അതും കൂടി ഉണ്ട് അടിപൊളി. ക്യാരക്ടേഴ്സിന്റെ നെയിം മാറിപ്പോണ്ട്. നല്ല കളിയായിട്ട് 1v1 എന്ന സിറ്റുവേഷനിലേക്ക് പോവാണ്. 1v1 ആണ് ഇനിയിപ്പോൾ ഉണ്ടാവുക. ഓർക്ക് നല്ലൊരു ചാൻസ് ആണ്. തോറ്റില്ല. ഈ മാച്ചിനും ഫിനിഷ് ഔട്ട് ആയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് കളിയിൽ ബൂയി അടിക്കും. നമ്മൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കും. നമ്മൾ ഇത് പറഞ്ഞ കുറച്ച് ഇപ്പോൾ അടുത്താണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഒക്കെ ദിവസങ്ങളിൽ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ കളിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് ഇന്ന് വീഡിയോ ഇടുന്നത്. ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ എന്തായാലും 2-3 ദിവസമായി ഉണ്ടാവും വീഡിയോ ഇട്ടിട്ട്, അതെന്തായാലും ഉറപ്പാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഗെയിം പ്ലേ കാഴ്ചവെക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങൾ ചെയ്യണം. ഗ്രാൻഡ് കളിക്കണമെന്നുണ്ട്. ഗ്രാൻഡ് 1, 2, 3 അപ്പോൾ അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് കളിക്കണം. പിന്നെ മൾട്ടിപ്ലെയർ സീരീസ് നമുക്ക് നോക്കാം. മൾട്ടിപ്ലെയർ മൈൻക്രാഫ്റ്റ് ആയിട്ടുണ്ട്. അറിയില്ല, എന്തായാലും കുഴപ്പമില്ലാണ്ട് കളിക്കാൻ. നമ്മുടെ എന്താ സോളോ ലെവലിങ്ങിൻ്റെ ഗെയിം കളിക്കണം എന്നൊക്കെ, അതൊക്കെ കളിക്കാം. പിന്നെ പബ്ജി കളിക്കാറുണ്ട്. നമുക്ക് അങ്ങോട്ട് വാശല്ല, എന്തായാലും കളിച്ചു നോക്കാം നമുക്ക്. ഞാൻ ഒരു ഗെയിമിന് ഇത് പറയില്ല, നമ്മൾ ചെറുപ്പമല്ല, നമ്മൾ ഈ കൊറോണ തൊട്ടിട്ട് കളിക്കണ കാരണം കളിക്കാറാണ് ഏറ്റവും കൂടുതൽ കളിക്കാർ. ഈ നോട്ടിഫിക്കേഷൻ തന്നെ നമുക്ക് ഓഫ് ചെയ്യണം. കുഴപ്പമില്ല, ഇങ്ങനത്തെ ഒരു ഇതുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. വിറ്ററടിച്ചിരിക്കുകയാണ്. ഒരു മൈക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ വിത്ത് മൈക്കില്ലേ, അത് ഗെയിമിങ്ങിന്റെ മേടിക്കുന്നുണ്ട്. എന്നാലേ നമുക്ക് നന്നായിട്ട് ഓഡിയോ ക്വാളിറ്റിയും പിന്നെ നമ്മുടെ കേൾക്കാനൊക്കെ. എന്തായാലും അത് നോക്കാം നമുക്ക്. പറയാമെന്ന് പറഞ്ഞാൽ നല്ലത് ഒരു ഫിഫേൻ്റെ മൈക്കൊക്കെ അടിപൊളിയാണ്. നമുക്ക് എന്തായാലും നോക്കാം.
ചെയ്യണമെന്നുണ്ട്. റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ചെയ്തൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയൊരു ഇത് മതി. ഇപ്പോൾ ഡെസ്ക് ടോപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. ലിറ്ററലി ഡെസ്ക് ടോപ്പ് ഇല്ല. മേടിക്കണം, ഭാവിയിൽ എന്തായാലും മേടിക്കും. നമ്മൾ എന്താ പറയുക, ഇതിപ്പോൾ 2-1 എന്ന നിലയിലാക്കണ. നല്ല അടി കിട്ടുന്നുണ്ട്. നല്ല അടി കിട്ടി ഉണ്ടാക്കി. കോറിയുള്ള കാരണം നമ്മൾ രക്ഷപ്പെട്ട് അവിടെ ആ മിഷീൻ കണ്ണ അങ്ങനെ എന്തോ സാധനം വെച്ചിട്ടുണ്ടാകും. കാരണം നല്ല അടി അവിടെ നിന്നും കിട്ടുന്നുണ്ട്. എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഓനവിടെ നിൽക്കുകയാണ്. ഓനെ നമുക്ക് തീർക്കണം. അങ്ങോട്ട് ബാക്കിൽ കൂടി പോയി ഓടുന്നു. വരിക്ക് ഓക്കെ. ഇവിടെ ഇല്ലല്ലോ. ഇവിടെ എന്നാൽ മെഡിയില്ല. നല്ല അടിപൊളി പറ്റുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യം കാണിക്കുന്നുണ്ട്. പക്ഷേ ഒന്നാൾ ഒക്കെ ആയിട്ട്. പക്ഷെ മറ്റും എവിടെയെന്ന് അറിയില്ല. ഒരു 1v2 സിറ്റുവേഷനാണ്. പക്ഷെ ഇതിൽ കൂടെ എങ്ങനെ വാങ്ങി കയറുക? 1v2 എന്ന സിറ്റുവേഷനായി. അടിച്ചിട്ടുണ്ട്. പണി അയ്യോ ഇവിടെ അവിടെ നേരത്തെ ഇടായിരുന്നു. ഈ ഇമോട്ട് ഇടണ. ഈ ഇമോട്ട് ഇടണ ഇതെന്താ? ഇതെന്ത് സാധനം? ഇത് നമ്മുടെ മറ്റേ ഇങ്ങനെ ഗ്ലാസ് കാർഡിൽ ഇതിപ്പോൾ എങ്ങനെ ഇതിപ്പോൾ വെടി വെച്ചിട്ട് ആ ബലൂണൊക്കെ എടുക്കുക അങ്ങനെ. ഇതെങ്ങനെ ഇപ്പോൾ അറിയാം? പഴയ കേക്ക് മിസ്സാണ്. കാരണം അതൊക്കെ ഒന്ന് റിയൽ ലൈഫിൽ വന്നതിന് അടിപൊളിയായിരുന്നു. നോർമൽ പോലെ എങ്ങനെ ഉണ്ടാവുമെന്നും അറിയില്ല. പക്ഷേ നമ്മളിത് തിരിച്ചു പിടിക്കും. ഇവൻ ഭയങ്കര കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണ്. പക്ഷേ നമ്മൾ പോയി അടിക്കണം. അത് നമ്മുടെ വാശിയാണ്. ചെന്നതാണ്. ഞാൻ ചത്താലും നമ്മുടെ ടീംമേറ്റ്സ് നോക്കുന്നു വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും മാഗ് തന്നെ എടുക്കാം. കാരണം ഒന്നുകൂടി ബെറ്റർ മാഗാണ്. പോയി ലാസ്റ്റ് എപ്പിസോഡിലും ലാസ്റ്റ് റൗണ്ട് അല്ലേ. എന്തായാലും ചിലപ്പോൾ നമ്മൾ ഈ കളിയിൽ തോറ്റാലും രക്ഷയില്ല, തോക്കറ്റില്ല. എന്തായാലും 2-3 നിൽക്കി നമ്മൾ നോക്കി കണ്ടിട്ട് മാത്രമേ ഗെയിം പ്ലേ എടുക്കണുള്ളൂ. നമ്മളിപ്പോൾ ഡയറക്റ്റ് കയറാണ്ട് നമുക്ക് വളഞ്ഞ് കയറാൻ അതാണ് ഒന്നുകൂടി ബെറ്റർ. ഞാൻ തല കഴിഞ്ഞ് പറ്റുമ്പോൾ മതി. പിന്നെ ഇതൊരു അടിപൊളി സ്ഥലമാണ്. എനിക്ക് കലാരിയിൽ ഒരു സ്ഥലം കൂടിയാണ്. കൂടിയാണത്. നല്ല രസവും കാര്യങ്ങളൊക്കെയാണ്. ഇത് അവിടുത്തെ നോക്കായി എടുക്കണല്ലോ. അതോ ഇറങ്ങി പോയാൽ പിടിക്കാൻ തുടങ്ങി. 1 ടൈം ഒന്ന് അടിക്കാറ് കളിക്കാറ്. എന്തായാലും നമ്മുടെ എന്താ അയ്യോ ഇപ്പോൾ എൻ്റെ ലൂട്ടിന് എന്തെങ്കിലും ഉണ്ടാവും. ഇത് വൺ ഓഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗണ്ണാണ്. എന്താണ് നമ്മൾ ഈ അത് മറ്റൊന്നാണ് നമ്മൾ ഇങ്ങോട്ട് ഇട്ട. എന്താണ് എന്തോ പേര് നോക്കിയില്ല, പേര് മറന്നുപോയി. എന്തായാലും നമുക്ക് അവിടെ നല്ല എന്താ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഈ നോട്ടിഫിക്കേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തായാലും നമ്മുടെയൊക്കെ മറ്റേ ഡ്രാഗൻ്റെ ബ്രത്ത് അങ്ങനെ എന്തോ പോലുള്ള സാധനമുണ്ട്. ഒന്ന് ഇമോട്ട് കാണിട്ട് ഓനെനിക്ക് ഇങ്ങോട്ട് തിരിച്ചടുത്ത്. എന്നാലും നമുക്ക് ഈ ഇത് പാർക്കിന ഷൂ അങ്ങോട്ട് മേടിക്കാം. എന്താണ് ജെല്ലി ഷൂ, ഡ്രാഗൺ സ്പിയർ ഷൂ അങ്ങനെ എന്താണ്. എന്തായാലും അതെടുക്കാം. നമുക്ക് മഷ്റൂം മേടിക്കാം. ഹെൽമെറ്റും വെസ്റ്റൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തത് നല്ല സെറ്റാണ്. കുഴപ്പമില്ല, ഒക്കെ ക്ലിയറാണ്. ഓക്കെ, ആ ഡ്രാഗൻ്റെ പുറത്തും കൂടി മേടിക്കാം. അത് നല്ലതാണ്.
കുറവാണ്. അതൊക്കെ നമുക്ക് 3 വട്ടം പൊട്ടും. 2 വട്ടം കിട്ടിയാലും ലാസ്റ്റത്തെ നേരത്തെ മാതിരി അത് കിട്ടും. മേടിക്കണ്ടേ എൻ്റെ 10 രൂപ ഉണ്ടല്ലോ. ഇതിൽ ആര് ജയിക്കുന്ന അറിയില്ല. 3-3 സിറ്റുവേഷനാണ്. സിറ്റുവേഷൻ 3v3 റൗണ്ട് 3-3 ആണ്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ വിളിക്കാം ഫിനിഷ് ചെയ്തിട്ട് ബാക്കി കുത്തി ബോംബെടുത്ത് വന്നു. എടാ അപ്പനെ കൊല്ലു നമ്മുടെ കളി പോയി അടിക്കും. അത് എന്താ എടാ മെല്ലെ കയറി അടിക്കും. അത് തന്നെ കുഴപ്പമില്ല. ഇവനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മുട്ട അടിച്ചു വിടുന്നതാണ്. ഡെസിറ്റികളല്ലടാ എമ്മേറ്റ് തുറന്നുള്ള വീട് കാണാനായിട്ട് ആ ബെല്ലേക്കൊന്ന് അടിച്ച് പൊട്ടിച്ച് പീസാക്കുക. അപ്പോൾ നമ്മളങ്ങനെ ഗോൾഡ് 3 ആകും. ഗോൾഡ് 4 ഗോൾഡ് 3 ആണ്. ഓക്കെ ഗോൾഡ് 3 ആണ്. ഇപ്പോൾ നമ്മൾ 6 കില്ല് എടുത്തിട്ടുണ്ട്. 6 കില്ലല്ലേ? ഓക്കെ 6 കില്ലാണ് തോന്നുന്നു കാണാനുള്ളത് അങ്ങനെയാണ്. അപ്പോൾ 6 കില്ലും എടുത്തിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം ഇതൊന്ന് കിട്ടുക. പക്ഷേ പെട്ടെന്നപ്പോൾ കാര്യമൊന്നുമില്ല. ഫാസ്റ്റ് ബിറ്റ് അടിപൊളിയാണ്. പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന വെച്ച് മെഡിക്കറ്റ് അല്ലെങ്കിൽ നീല അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഇനിമിനെ കാണിച്ചതാണ്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു വീട്ടിൽ കയറിയിട്ട് ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഓടി നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അതിൻ്റെ എബിലിറ്റിയാണ്. മെഡിക്കറ്റ് അടിക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരും. അതൊക്കെ നിങ്ങൾ ലോൺസിലും ഈ പ്ലെയറിലും കണ്ടുപിടിക്കായിരിക്കണം. അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ മാക്സിമം കണ്ടുപിടിക്കാറ്. ഇപ്പോൾ നമ്മുടെ ഈ ഇത് കംപ്ലീറ്റ് ആയി പോകുന്നത് കുറച്ച് ടോക്കൻസ് കാര്യങ്ങളും കംപ്ലീറ്റ് ആകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്. നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് ഗോജോ.